നമസ്കാരം. ആസ്ട്രോ മീഡിയയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോട്. ഇന്നത്തെ അധ്യായത്തിൽ ദുരുദുരായോഗം എന്ന് പറയുന്ന വിശേഷപ്പെട്ടൊരു യോഗത്തെയാണ് പരിചയപ്പെടുത്തുന്നത്. ദുരുദുരായോഗം 3 യോഗങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഏതായിരിക്കും മറ്റു 2 യോഗങ്ങൾ? സുനഭ, അനഭ, അതിൻ്റെ കൂടെയുള്ളതാണ് ദുരുദുര. ശരിക്കും 3 യോഗ. അത് ചന്ദ്രനാണ് ഈ യോഗത്തിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചന്ദ്രൻ്റെ 2ാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് ഏതെങ്കിലും ഗ്രഹം വന്നു കഴിഞ്ഞാൽ അത് സുനഭ എന്നും, രാഹു കേതുക്കളും കുളിക്കാൻ അതിൽ പെരില്ല കേട്ടോ. ചൊവ്വ മുതൽ ശനി വരയ്ക്കുള്ള ഗ്രഹങ്ങളാണ് അതിൽ പെരുള്ളൂ. 12ാം ഭാവത്തിൽ സൂര്യനൊഴിച്ച് ചൊവ്വ മുതൽ ശനി വരയ്ക്കുള്ള ഗ്രഹങ്ങൾ തന്നു കഴിഞ്ഞാൽ അനഭ എന്നും, 2ലും 12ലും ഓരോ ഗ്രഹങ്ങൾ നിൽക്കുകയാണെങ്കിൽ, അതായത് സൂര്യനെ കൂട്ടില്ല, സൂര്യനെ അവിടെ കണക്കാക്കാൻ പറ്റില്ല, സൂര്യനെ കൂട്ടില്ല, രാഹു കേതുക്കളെയും കുളിക്കനെയും കൂട്ടില്ല, ബാക്കിയുള്ള ഗ്രഹങ്ങൾ നിന്ന് കഴിഞ്ഞാൽ അതിനെ ദുരുദുരായോഗം എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട യോഗമായിട്ട് മാറും. അപ്പോൾ ഈ ദുരുദുരായോഗത്തിന് കോമൺ ആയിട്ടുള്ള ഫലങ്ങൾ മാത്രമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടുണ്ടാവുക. എന്നാൽ വിശേഷമായിട്ട് ചില ഫലങ്ങൾ അതിലുണ്ട്. ആ ഫലങ്ങളാണ് ഇന്ന് പ്രേക്ഷകരോട് പറയണത്. ജ്യോതിഷ വിദ്യാർത്ഥികൾക്കൊക്കെ അത് പ്രയോജനപ്പെടും, ജ്യോതിഷപ്രേമികൾക്ക് പ്രയോജനപ്പെടും. ആസ്ട്രോമീഡിയ എന്നും ശാസ്ത്രപക്ഷത്തെ നിന്നിട്ടുള്ളൂ. ശാസ്ത്രം ആണ് പഠിക്കേണ്ടത്, അല്ലാതെ കടുകിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ പണം വർദ്ധിക്കുന്ന പോലെയുള്ള ജ്യോതിഷമല്ല കേൾക്കേണ്ടത്. അപ്പോൾ അത്തരം പോഴത്തരങ്ങളൊക്കെ നമ്മൾ മായച്ച് കളയുക, അല്ലെങ്കിൽ അതൊന്നുമല്ല ജ്യോതിഷം എന്നുള്ളത് മനസ്സിലാക്കുക. ശാസ്ത്ര ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുക. 4 ലക്ഷം ശ്ലോകങ്ങളുണ്ട് എന്നാണ് പറയണത് ജ്യോതിഷത്തിൽ. അതൊക്കെ പഠിക്കാൻ ഒരാൾക്ക് ഒരു ജീവിത കാലഘട്ടത്തിൽ സാധിക്കില്ല. എന്നിരുന്നാലും നമുക്ക് അറിയുന്ന അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് ശാസ്ത്രീയമായിട്ട് അത് മനസ്സിലാക്കാനും ശ്രമിക്കാം. വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഈ ചന്ദ്രന് ബലം ഉണ്ടാവണം. ചന്ദ്രന് ബലം എങ്ങനെ കണക്കാക്കുക? വെളുത്ത പക്ഷത്തിൽ പഞ്ചമി മുതൽ കറുത്ത പക്ഷത്തിൽ അഷ്ടമി വരയ്ക്ക് ചന്ദ്രന് ബലമുണ്ട്. ആ ഒരു കാലഘട്ടത്തിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഫലം കുറച്ച് കൂടുതലായിട്ട് അനുഭവിക്കും. അതേപോലെ തന്നെ ഇരുപുറത്തു നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് ബലം ഉണ്ട് വെച്ചാൽ അത് വളരെ കേമായിട്ട് അനുഭവിക്കും. അല്ലെങ്കിൽ വെറും യോഗം മാത്രമേ തീരൂ. അത് യോഗം മാത്രമേ ഉണ്ടാവൂ, ഫലാദി അനുഭവ സമ്പത്ത് കുറയുന്നത് അർത്ഥം കേട്ടോ. അപ്പോൾ ചന്ദ്രൻ കുജബുധന്മാരുടെ മധ്യത്തിൽ നിന്നാലത്തെ ഫലമാണ് നമ്മൾ ആദ്യം പറയണത്. അസത്യവാദി ഗുണവാൻ നിപുണോ അതിഷഠേ ഗുണീ ലുബ്ധോ വൃദ്ധസതീസക്ത, ലുബ്ധോ വൃദ്ധാസതീസക്ത, അങ്ങനെ വേണം. ചന്ദ്രേ സൗമ്യാര മധ്യകേ, സൗമ്യൻ ബുധൻ ആരൻ ചൊവ്വ. അപ്പോൾ ചൊവ്വയുടെയും ബുധൻ്റെയും മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലുബ്ധനായിരിക്കും. ലുബ്ധൻ എന്ന് പറയുമ്പോൾ പിശുക്കൻ, നല്ല പിശുക്കുണ്ടാവുക, അറിവുള്ളവനായിരിക്കും, അറിവുണ്ടാവും, നിപുണനായിരിക്കും. നിപുണോ അതിഷഠേ ഗുണി, നിപുണനായിരിക്കും, എല്ലാ കാര്യങ്ങളെ പറ്റും വ്യക്തമായിട്ടുള്ള അറിവുള്ളവനായിരിക്കും. ഗുണവാനായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ട്. ചില പിശുക്കനൊക്കെയാണ് ചില അയാളിൽ നിക്ഷിപ്തമായിട്ടുള്ള ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെയോ അസത്യവാദിയായിരിക്കും. ആദ്യം കള്ളം പറയുക, സത്യം പറയാതിരിക്കുക. അത് ശരിക്കും പറയാച്ചൊരു ഗുണമല്ലല്ലോ അല്ലേ? അസത്യവാദിയായിരിക്കും. അയാളുടെ സ്വഭാവമായിട്ട് നമുക്കതിനെ പരിഗണിക്കാം. ആ വ്യക്തി നുണ പറയുന്നവനാണ് എന്ന് നമുക്ക് പറയാം. മറ്റുള്ള ഗുണങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ പറയുന്നതൊക്കെ നുണയായിരിക്കും. അതേ വൃദ്ധസതീസക്ത, വൃദ്ധ സ്ത്രീകളിലും അതേപോലെ തന്നെ നിന്ദ്യയായ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളിലും താല്പര്യമുള്ളവനായിരിക്കുന്ന, അതൊന്നും ഒരു ഗുണമായിട്ട് പെടുത്താൻ പറ്റില്ല. വൃദ്ധ സ്ത്രീകളെ അല്ലേ ആൾക്കാർ കണ്ടിട്ടില്ലേ? വൃദ്ധ സ്ത്രീകളെ അപമാനിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുക, അതൊക്കെ ഇത്തരക്കാരായിരിക്കും. ഒരാളുടെ സ്വഭാവം മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുമെന്ന് വിചാരിച്ചാൽ മതി. ഇപ്പോൾ നമ്മളടുത്ത് ഒരാൾ നോക്കാൻ വന്നയാളുടെ സ്വഭാവം ഇന്നതൊക്കെയാണ്, അല്ല ക്യാരക്ടർ ഇതൊക്കെയാണ്. ഇതിപ്പോൾ നമുക്ക് പ്രശ്നത്തിലും പ്രയോഗിക്കാം. ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രശ്നമാണെങ്കിൽ ഈ വക സ്വഭാവത്തോട് കൂടിയ ഒരാളായിരിക്കും അത് ചെയ്തത്, അല്ലെങ്കിൽ അതിൽ ഇടപെട്ടത് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ടും ഈ പ്രമാണം നമുക്ക് ഒരുപാട് വേദികളിൽ, ഒരുപാട് പ്രശ്നവേദികളിൽ ഇതൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് വിശേഷ ഗുണമാണ്. കാരണം സാധാരണ ഉള്ള ഒരു നിപുണായോഗ, ഒരു ദുരുദ്രായോഗം അല്ലാതെ. അപ്പോൾ അതിൻ്റെ വിശേഷമാണ് ഇവിടെ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും മധ്യത്തിൽ ചന്ദ്രൻ നിന്നാലത്തെ ഫലം നമുക്ക് മനസ്സിലാക്കാം. സ്വകർമ്മ വിഭവോ ദൃഷ്ടോ യശസ്വി രിപുപീഡിത സുഗേഹേ ശീലചന്ദ്രേ മധ്യകേ കുജ ജീവയോഹോ. സ്വകർമ്മ വിഭവോ ദൃഷ്ടോ യശസ്വി രിപുപീഡിത. ഇത് വളരെ പ്രധാനപ്പെട്ട
ഒരു ദുരിതരായോഗമാണ്. സാധാരണ ദുരിതരായോഗം ഉണ്ടെങ്കിൽ തുരുതുര പണം എന്ന് പറയും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല അത്രേ. അങ്ങനെ ഗുരുനാഥൻ പറഞ്ഞിട്ടുണ്ട്, ദുരിതരായോഗം ഉണ്ടെങ്കിൽ തുരുതുര പണം എന്നാ. അപ്പോൾ ചന്ദ്രൻ കുജ ഗുരുക്കന്മാരുടെ മധ്യത്തിൽ സ്ഥിതനായി കഴിഞ്ഞാൽ തൻ്റെ കർമ്മങ്ങളെ വേണ്ട വിധം ചെയ്യുന്നതിൽ സമർത്ഥനായിരിക്കും. അതാണ് അവിടെ പറയേണ്ടത്. വ്യാഴാണ് യോഗകർത്താവ് എന്ന് മനസ്സിലാക്കണം. ചൊവ്വയും വ്യാഴാണ് ഈ യോഗത്തിന് കർത്താക്കന്മാരായി വരുന്നത്. അപ്പോൾ തൻ്റെ പ്രവർത്തികളെ വേണ്ട വിധം ചെയ്യുന്നവനായിരിക്കും, സംശയമില്ല. സമർത്ഥനായിട്ടും യശസ്വനായിട്ടും, ദൃഷ്ടൻ സമർത്ഥൻ, യശസ്സുള്ളവനായിട്ടും, രിപുപീഡിത എപ്പോഴും ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ടവനായിട്ടും, ശത്രുക്കൾ ഉണ്ടാവുക, സദാകാലം ശത്രുക്കൾ ഉണ്ടാവുക. സ്വഗേഹേ ശീലകൃത് ചന്ദ്രേ, സ്വന്തം ഭവനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം നല്ല ശീലവനായിരിക്കുക. അതായത് അതിനൊരു അർത്ഥം ആചാര്യൻ പറഞ്ഞിട്ടുള്ളത്, ഭവനത്തിൽ മാത്രം, സ്വന്തം വീട്ടിലേ താമസിക്കൂ, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അധികം തങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല എന്നർത്ഥം. അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടല്ലോ, വീട് വിട്ട് എങ്ങോട്ടും പോവില്ല, പുറത്ത് പോവില്ല. ഇനിയിപ്പോൾ എവിടെയൊക്കെ പോയാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലേക്ക് എത്തുക. അതൊക്കെ ഒരു പ്രത്യേകതരം ശീലമാണ്. അപ്പോൾ അതാണ് ചന്ദ്രൻ ചൊവ്വയുടെയും വ്യാഴത്തിൻ്റെയും മധ്യത്തിൽ നിന്നാലത്തെ ദുരുധരയുടെ ഫലം. അടുത്തത് നമുക്ക് ചൊവ്വയുടെയും ശുക്രൻ്റെയും മധ്യത്തിൽ നിന്നാലത്തെ എങ്ങനെ നോക്കാം. സുകാമീ സുഭഗ ക്രൂരോ ഹൃഷ്ടസൽകർമ്മവിത്തവാൻ ദയാശീലശീതാംശോ മധ്യകേ കുജശുക്രയോ. ഈ പ്രമാണം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എഴുതി വയ്ക്കാൻ കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ എഴുതി വയ്ക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പ്രമാണപുരസ്സരം മാത്രമേ ഇവിടെ കാര്യങ്ങൾ പറയൂ. അങ്ങനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മനസ്സിലാക്കുക. യഥേഷ്ടം ആൾക്കാർക്ക് പ്രയോജനമായിട്ടുണ്ട്, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇത്രയും 5-6 കൊല്ലത്തെ അധ്വാനം ശരിക്കും ജനങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. ചന്ദ്രൻ കുജശുക്രന്മാരുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും സുഭഗത്വമുള്ളവനായിട്ടും, സുഭഗത്വം സുന്ദരൻ കാമി എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് കേട്ടോ. കാമശീലം ഉണ്ടാവുക, സുന്ദരൻ, എപ്പോഴും ശരീരം അങ്ങനെ വൃത്തിയാക്കി നല്ല ടിപ്പ് ടോപ്പിൽ നടക്കുക, സുന്ദരനായിട്ട് നടക്കുക. ക്രൂരനായിരിക്കുക, ക്രൂര സ്വഭാവം ഉണ്ടായിരിക്കാം. ഹൃഷ്ടസൽ കർമ്മവിത്തവൻ, ഹൃഷ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ എപ്പോഴും സന്തോഷം, എപ്പോൾ നോക്കിയാലും സന്തോഷവാനായിരിക്കും. സൽക്കർമ്മിയായിരിക്കും, കർമ്മമൊക്കെ ചെയ്യും, നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും. ധനവാനായിരിക്കും, വിത്തവാൻ എന്ന് പറഞ്ഞാൽ ധനവാനായിരിക്കും. ഭയാശീല ശീതാംശോ മധ്യകെ, ഭയാശീലനായിരിക്കുക എന്ന് പറയുമ്പോൾ ഭയാദശീല ശീതാംശം, അങ്ങനെയാണത് സന്ധി വരുമ്പോൾ വരിക. അതായത് ധനമുള്ളവനായിട്ടും ഭയം ലേശം പോലും ഇല്ലാത്തവനായിട്ടും ഭവിക്കുന്ന, അത് ഒരു പ്രത്യേകതയാണ്. ഭയം ഉണ്ടാവും, ഒന്നിനും ഇടപെടാൻ ഭയം ഉണ്ടാവില്ല. അപ്പോൾ കാമശീലം ഉണ്ടാവും, സുന്ദരനായി കാണാൻ ഭംഗിയുള്ള ആളായിരിക്കും. അയാൾക്ക് ദേഷ്യം വന്നാൽ നല്ല ക്രൂരനായി മാറും. അയാൾ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ താല്പര്യപ്പെട്ടിരിക്കുന്ന ആളായിരിക്കും. സൽക്കർമ്മിയായിരിക്കും, പ്രവർത്തിയൊക്കെ എല്ലാം നന്നായിരിക്കും. ധനവാനും ഭയം ലേശം പോലും ഇല്ലാത്തവനായിരിക്കും എന്നുള്ളതാണ് ചൊവ്വയുടെയും ശുക്രൻ്റെയും മധ്യത്തിൽ ചന്ദ്രൻ നിന്നാലത്തെ ഫലം. മറ്റ് ഗ്രഹങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് വെച്ചാൽ, ഇപ്പോൾ ചൊവ്വയും ബുധനും ശുക്രനും വ്യാഴവും അതിൻ്റെ മധ്യത്തിലാണ് ഈ ചന്ദ്രൻ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഭാവം ഗണിച്ച് നോക്കുക. ഭാവം ഗണിച്ചിട്ട് ഏത് ഗ്രഹങ്ങളാണ് അവിടെ നിൽക്കുന്നത് നോക്കിയിട്ട് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ആ രാശിയിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ബലം ആർക്കാണോ ആ ഗ്രഹത്തിൻ്റെ ഫലമായിരിക്കും ആ വ്യക്തിക്ക് സംഭവിക്കാവുന്ന സാരം. ഇനി നമുക്ക് ചന്ദ്രൻ ചൊവ്വയുടെയും ശനിയുടെയും മധ്യത്തിൽ നിന്നാലത്തെ ഫലം നോക്കാം. കുൽസിത സ്ത്രീരഥ ക്രോധി ധനവാൻ പിശുനോ അഭിമാൻ അസംതപ്തോ ദിശാനാഥേ മധ്യകേ കുജമന്ദയോ. ചന്ദ്രൻ കുജമന്ധന്മാരുടെ ഇത് എപ്പോഴും ഇങ്ങനെ ഇതൊക്കെ ഓർമ്മയിൽ നിർത്തിയിട്ട് ഇങ്ങനെ പറയണത്. കാരണം എന്താണെന്ന് വെച്ചാൽ സദാസമയം ഈ ശ്ലോകം ചിലപ്പോഴൊക്കെ ഇത് പ്രയോഗിക്കലുള്ളൂ. അപ്പോൾ ഇതൊരു വിശേഷ യോഗ ആയതുകൊണ്ട് ഇതിങ്ങനെ മെമ്മറിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങനെ പറയണതാണ്. അപ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ വന്നാൽ ഞാൻ തന്നെ തിരുത്തും, വേറെ ആരും തിരുത്തല്ല. അപ്പോൾ ഞാൻ തന്നെ തിരുത്തും ചെയ്യും. കുറച്ച് കാലമായി ഇതൊക്കെ ശരിക്കും പ്രയോഗിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടങ്ങനെ ഫലം പറയാമെന്നുള്ളതാണ് പ്രമാണം. അതാണ് ആ ടച്ച് വിട്ടാൽ പിന്നെ അത് കിട്ടില്ല. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എപ്പോഴും ഇങ്ങനെ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്കും അത് പഠിക്കാം, ഒന്നുകൂടി അത് ഹൃദയസ്ഥാവും. കുൽസിത സ്ത്രീരഥ ക്രോധീധനവാൻ പിശുനോരിമാൻ എന്നുള്ളതാണ് വരിക. ചന്ദ്രൻ ചൊവ്വയുടെയും ശനിയുടെയും മധ്യത്തിൽ നിന്നാൽ വൃദ്ധ സ്ത്രീകളിൽ രമിക്കുന്നവൻ കണ്ടോ. കാരണം എന്താ വെച്ചാൽ ഈ ശനിക്ക്
വൃദ്ധ ഇവരൊക്കെ പറയണം. അപ്പോൾ ചൊവ്വയുടെയും ശനിയുടെയും മധ്യ രണ്ട് പാപന്മാരുടെ മധ്യത്തിലാണ്. നിന്ദ്യ സ്ത്രീകൾ എന്നൊരു അർത്ഥവും എടുക്കാമെന്ന് ഒരു കാലത്ത് ഗുരുനാഥൻ പറയേണ്ടായിരുന്നു. നിന്ദ്യ സ്ത്രീകളിൽ അഭിരമിക്കുന്നവനായിട്ടും കോപിഷ്ഠനായിട്ടും. കാരണം നല്ല ഫലം വരാൻ ഒരിക്കലും വഴിയില്ല. കാരണം രണ്ടാളും പാപന്മാരാ. അതിൻ്റെ മധ്യത്തിൽ നിൽക്കുന്ന ആൾക്കും അതിൻ്റെ സ്വഭാവം അല്ലേ. നമ്മൾ രണ്ട് ദുഷ്ടന്മാരുടെ മധ്യത്തിൽ നിന്നാൽ നമുക്കും കുറച്ച് കാലം കഴിഞ്ഞാൽ ആ സ്വഭാവം കിട്ടും. അത് തന്നെയാണ്. അപ്പം ചൊവ്വയുടെയും ശനിയുടെയും മധ്യത്തിൽ നിന്നാൽ വൃദ്ധ സ്ത്രീകളിൽ രമിക്കുന്നവനായിട്ടും, എന്നുവെച്ചാൽ തന്നേക്കാൾ പ്രായം കൂടിയ സ്ത്രീകളെ ആഗ്രഹിക്കാമെന്നൊരു അർത്ഥം അതിന് കൽപ്പിക്കാം. നമുക്ക് സൂറ്റബിൾ ആകുന്ന അർത്ഥം ഇവിടെ സ്വീകരിക്കാമെന്നർത്ഥം. കോപിഷ്ഠനായിട്ട് ഭവിക്കും, ക്രോധിയായിരിക്കും, ധനികനായിരിക്കും, പിശുക്കൻ അല്ലെങ്കിൽ ഏഷണി പറയുന്നവൻ എന്നൊക്കെ അതിനർത്ഥം എടുക്കാം. അസന്തപ്തോ അരിമാൻ എന്ന് പറയുമ്പോൾ ധാരാളം ശത്രുക്കളുള്ളവൻ, സദാസമയം ശത്രുക്കളുള്ളവൻ. അസന്തപ്തോ സന്താപം ഇല്ലാത്തവൻ, അസന്താപൻ എന്ന് പറയുമ്പോൾ ദുഃഖമില്ലാത്തവൻ എന്നതിൻ്റെ അർത്ഥം എടുക്കും. നിശാനാഥൻ ചന്ദ്രൻ മധ്യകെ കുജമന്തയോ കോമൺ ആയിട്ടുള്ള അർത്ഥമേ ഉള്ളൂ. അപ്പോൾ എന്താ ഇപ്പോൾ പറഞ്ഞേ, വൃദ്ധ സ്ത്രീകളിൽ താല്പര്യം ഉണ്ടാവുക, കോപിഷ്ഠനായിരിക്കുക, ധനികനായിരിക്കുക, പിശുക്കുള്ളവനായിരിക്കുക, ഏഷണി പറയുന്നവനായിരിക്കുക, എപ്പോഴും ശത്രുക്കളുള്ളവനായിരിക്കുക, ദുഃഖമില്ലാത്തവനായിട്ട് ഭവിക്കുക. അയാൾ പ്രത്യേകിച്ച് ദുഃഖമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ തുരുതുരാ പണം എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ വിഭിന്നമാണ് ഈ അർത്ഥങ്ങളെന്നൊക്കെയുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങളുടെ ജീവിതാനുഭവമായിട്ട് വരേണ്ട വെച്ചാൽ അതൊക്കെ ഇവിടെ കമൻ്റ് എഴുതുക. കാരണം കമൻറ്റ് ബോക്സ് അതിനുള്ളതാണ്. സ്വന്തം ഇത് കേട്ടാൽ മാത്രം പോരാ, അഭിപ്രായങ്ങൾ എഴുതണം. അപ്പോഴാണ് ആ ശാസ്ത്രം എത്ര കണ്ട് മനുഷ്യജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളത് ആധുനിക യുഗത്തിലുള്ള ആളുകൾക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇനി അടുത്ത വിഷയത്തിലേക്ക് അതായത് ചന്ദ്രൻ ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും മധ്യത്തിൽ നിന്നാൽ ധർമ്മശാസ്ത്ര അർത്ഥവിദ്ഗാമി വിദ്വാഗ്മി എന്നാണ് അർത്ഥം. വിദ്വാനായിട്ട് ഭവിക്കാം. സൽക്കർമ്മ ജനാർച്ചിത, അതായത് സൽക്കർമ്മ വിശ്വജനാർച്ചിത, തേജസ്വി ദിശനാഥേ മധ്യകേ ബുധ ജീവയോഹോ. അതായത് ചന്ദ്രൻ ബുധ ഗുരുക്കന്മാരുടെ മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ, ബുധനും വ്യാഴത്തിൻ്റെ മധ്യത്തിലാണ്. ഏറ്റവും ശ്രേഷ്ഠന്മാരായിട്ടുള്ള ആൾക്കാരാണ് ബുധനും വ്യാഴവും അല്ലേ. ബുധൻ ബുദ്ധിമാൻ എന്നർത്ഥം, വ്യാഴം മഹാഗുരുവാണ്, ഏറ്റവും ധർമ്മിഷ്ഠനാണ്. അപ്പോൾ ധർമാത്മാവായിട്ട് ഭവിക്കും, ശാസ്ത്രജ്ഞനായിട്ട് ഭവിക്കും, മിതഭാഷിയായിരിക്കും. വളരെ കുറച്ച് മാത്രമേ വിദ്വാൻമാരുടെ ലക്ഷണം, വായ തോന്നിയത് പറയില്ല, വളരെ മിതമായിട്ട് മാത്രം ഭാഷണം ചെയ്യാം. പിന്നെയോ സൽക്ക വിശ്വജനാർച്ചിത എന്ന് പറഞ്ഞാലോ നല്ല ജന സർവജ്ഞൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം. കവിയായിട്ട് ഭവിക്കുക. കവി എന്ന് പറയുമ്പോൾ ഗാനരചയിതാവ് എന്നൊരർത്ഥം അതിന് കൽപ്പിക്കാം. നിരൂപകൻ എന്നൊരർത്ഥം അതിന് കൽപ്പിക്കാം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള അർത്ഥങ്ങളൊക്കെ അതിന് കൽപ്പിക്കാം. സർവ്വജനപ്രിയനായിട്ടും തേജസ്വിയായിട്ടും ഭവിക്കും. അത് അങ്ങനെ അല്ലാതെ വരാൻ തരമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ നമ്മൾ ചൊവ്വയുടെയും ശനിയുടെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള കാര്യം പറഞ്ഞു, ബുധൻ്റെയും വ്യാഴത്തിൻ്റെയും മധ്യത്തിൽ നിൽക്കുമ്പോൾ വളരെ നല്ല ഫലം പറഞ്ഞു. അപ്പോൾ സർവ്വജനസമ്മതനായിട്ടും ശാസ്ത്രത്തെ അറിയുന്നവനായിട്ടും തേജസ്വിയായിട്ടും മിതഭാഷിയായിട്ടും ഭവിക്കും എന്ന് മനസ്സിലാക്കണം. ഞാൻ ഈ പ്രമാണം കുറച്ച് കാലങ്ങളായിട്ട് എൻ്റെ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സംഗതിയാണ്. കുറച്ച് കാലങ്ങളായിട്ട് അത് ഞാൻ പ്രാക്ടീസ് ഇല്ല. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തപ്പിത്തറയിലുണ്ട്. അപ്പോൾ അതൊന്ന് സഹൃദയന്മാരതൊക്കെ ഒന്ന് ക്ഷമിക്കാട്ടോ. നൃത്തഗാനരഥകാന്ത പ്രിയവാക് സുഭഗസുധീ ശൂരപ്രകൃതികശ്ചന്ദ്രേ മധ്യകേ ബുധശുക്രന്മാരുടെ മധ്യത്തിൽ ചന്ദ്രൻ വന്നു കഴിഞ്ഞാൽ ആട്ടം പാട്ട് മുതലായവ താല്പര്യം. നൃത്തഗാനരഥ, നൃത്തവും ഗാനവും. അപ്പോൾ അതിലൊക്കെ താല്പര്യമുള്ളവനായിരിക്കുക. കാന്തനായിരിക്കുക. കാന്തൻ സുന്ദരൻ അല്ലേ. സുന്ദരൻ കാന്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാന്തൻ ഭർത്താവ് എന്നുള്ളൊരു അർത്ഥത്തിൽ കൊടുക്കാം. സുന്ദരനായിരിക്കുക എന്ന് പറയുന്നത്. പ്രിയവാക് സുഭഗസുധി, പ്രിയവാക്കായിരിക്കുക, ഇഷ്ടമായി സംസാരിക്കുക, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക, ആരെയും മുഷിപ്പിക്കാതിരിക്കുക. പിന്നെയോ സുഭഗനായിരിക്കുക, കോമളൻ കാനൻ സുന്ദരനായിരിക്കുക. ശൂരപ്രകൃതികശ്ചന്ദ്രേ,
ശൂരപ്രകൃതിയായിരിക്കുക, ശൂരനായി ഭവിക്കുക, സൽബുദ്ധിയായിരിക്കുക, സുധി, സുഭഗ സുധി, നല്ല ബുദ്ധി, തെളിഞ്ഞ ബുദ്ധി ഉണ്ടായിരിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ചന്ദ്രൻ ബുധശുക്രന്മാരുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആട്ടം പാട്ട് മുതലായതിലൊക്കെ താല്പര്യമുള്ളവനായിട്ടും സുന്ദരനും സുമുഖനായിട്ടും ഇഷ്ടമായി സംസാരിക്കുന്നവനായിട്ടും സൽബുദ്ധിയായിട്ടും ഭവിക്കും. ചന്ദ്രൻ ബുധൻ മന്ദന്മാരുടെ മധ്യത്തിൽ വന്നാൽ, അതായത് രണ്ട് നപുംസകഗ്രഹമാണ്, ബുധനും ശനിയും നപുംസകഗ്രഹങ്ങളാണ്. അപ്പോൾ ദേശോദ്ദേശം ഗതപൂജ്യോ നാദിവിദ്യ ധനാന്വിത സ്വബന്ധുജനവിദ്വേഷി ചന്ദ്രേ മന്ദജ്ഞമന്ദകേ, അല്ലെങ്കിൽ മധ്യകേ എന്ന് പറയാം. ഇതെപ്പോഴും എപ്പോഴും പ്രയോഗിക്കുന്ന ഒരു ശ്ലോകമാണ് ഞാൻ. അതായത് ചന്ദ്രൻ ബുധന്മാരുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ ചെല്ലുന്ന ദിക്കുകളിലൊക്കെ മാനിക്കപ്പെടുക. ദേശാദേശം ഗതപൂജോ, എല്ലാ ദേശങ്ങളിലും മാനിക്കപ്പെടുന്നവനായിട്ടും, അതേപോലെ തന്നെ അത്ര അധികം വലിയ വിദ്യയൊന്നും ഉണ്ടാവില്ല, എന്നാലും അയാളെ എല്ലാവരും പൂജിക്കും. ധനവാനായിട്ടും ബന്ധുദ്വേഷിയായിട്ടും ഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെല്ലുന്ന ദിക്കുകളിലെല്ലാം അയാൾക്ക് ആൾക്കാരുണ്ടാവുക. ദേശാദേശം ഗതപൂജോ ന അതിവിദ്യോ ധനാന്വിത, അതിവിദ്യ വളരെയധികം വിദ്യയൊന്നും ഉണ്ടാവില്ല. ധനാന്വിത, ധനം ഉണ്ടായിരിക്കും, ധനവാനായിരിക്കും. സ്വബന്ധുജനവിദ്വേഷി, ബന്ധുജനങ്ങളെയൊക്കെ ദ്വേഷിക്കും. ആരെയും അങ്ങനെ ബന്ധുജനങ്ങളെന്നും പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതിനൊന്നും അവർ കീഴടങ്ങില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അല്ലേ, ബന്ധുജനങ്ങളൊക്കെ ദ്വേഷിക്കുക, അല്ലെങ്കിൽ അവർ മോശമാണെന്ന് അതിൻ്റെ അർത്ഥം അതിനൊന്നുമില്ല. എന്നിരുന്നാൽ പോലും ബന്ധുക്കൾ കുറഞ്ഞവനായിട്ടും ഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഇനി ചന്ദ്രൻ ഗുരുശുക്രന്മാരുടെ മധ്യത്തിൽ നിന്നാലത്തെ ഫലങ്ങൾ പറയാം. നൃപകൃത്യകര ശ്രീമാൻ നീതിജ്ഞോ വിക്രമാന്വിത ഖ്യാതോ ദുഷ്ടമതിശ്ചന്ദ്രേ മധ്യകേ ഗുരുശുക്രയോ. ചന്ദ്രൻ ഗുരുശുക്രന്മാരുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ രാജകൃത്യങ്ങളെ ചെയ്യുന്നവനായിരിക്കും. ഗവൺമെൻറ് ജോലിയൊക്കെ ചോദിച്ചു വരുന്ന ആൾക്കാരില്ലേ, രാജ്യത്തിൻ്റെ പ്രതിനിധിയായിരിക്കുക, രാജ്യസേവകനായിരിക്കുക, അങ്ങനെയൊക്കെയുള്ള വിശ്രുതമായിട്ടുള്ള ഫലം ഉണ്ടാവും. ശ്രീമാനായിരിക്കും. അതേപോലെ തന്നെ നീതിബോധമുള്ളവനായിരിക്കും. നീതിബോധൻ, നീതിജ്ഞോ, നീതിബോധം എന്ന് പറയുമ്പോൾ ജഡ്ജ്മെൻറ്റ് ഇതൊക്കെ പറയാം. അങ്ങനെയുള്ളൊരു ജഡ്ജി, അദ്ദേഹത്തിന് എനിക്കറിയാം, അദ്ദേഹത്തിന് ഈ യോഗമുണ്ട്. ഗുരുശുക്രന്മാരുടെ മധ്യത്തിൽ ചന്ദ്രൻ നിൽക്കുന്നതാണ്. ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ജാതകം പരിശോധിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങേക്ക് ഈ ഒരു ഫലമാണ് അങ്ങേ ഈ ഒരു നീതിപീഠത്തിൽ എത്തിച്ച. അദ്ദേഹം ഒരു സ്ഥലത്ത് ജഡ്ജാണ്, നല്ല ഒരു വ്യക്തിയാണ്, നല്ലൊരു ക്യാരക്ടറാണ്, നല്ല ശാസ്ത്രബോധമുണ്ട്, ജ്യോതിഷം പോലെയുള്ള ശാസ്ത്രം അദ്ദേഹത്തിന് അറിയാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവഫലം ഉണ്ട് അതിന് കേട്ടോ. രാജ്യത്തിൻ്റെ പ്രതിനിധിയായിട്ടും ശ്രീമാനായിട്ടും നീതിബോധമുള്ളവനായിട്ടും വിക്രമിയായിരിക്കും. വിക്രമി എന്ന് പറഞ്ഞാൽ സർവ്വകാര്യങ്ങളും ജയിക്കുന്നവനാണ് വിക്രമൻ. പ്രസിദ്ധനായിട്ടും ഭവിക്കും. അതേപോലെ ഒരു പൊട്ടൊരു ഫലം എന്താ വെച്ചാൽ, ഈ വ്യാഴവും ശുക്രനും പരസ്പരം ശത്രുക്കളായതുകൊണ്ടായിരിക്കാം ദുർബുദ്ധിയായിട്ട് ഭവിക്കും എന്ന് പറയും. ദുഷ്ടമതിശ്ചന്ദ്രേ, ദുർബുദ്ധി ഉണ്ടാവുക. വളഞ്ഞ ബുദ്ധി, വികടബുദ്ധി എന്നൊക്കെ പറയാം. പക്ഷെ ദുർബുദ്ധി എന്നുള്ള ഒരു പൊട്ടഫലം അതിപ്പോൾ ഈ ആൾക്ക് ഉണ്ടോയെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ, നമ്മളുടെ അടുത്തെടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അറിയാൻ പറ്റില്ല. ദുർബുദ്ധി കണ്ടോടത്തോളം നല്ലൊരു വ്യക്തിയായിട്ടാണ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ അവൻ കാരണം ഈ വ്യാഴശുക്രന്മാർ പരസ്പരം ശത്രുക്കളായതാണത്രേ ദുർബുദ്ധി ആവാനുള്ളതായ കാരണം. അങ്ങനെയാണ് ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ചന്ദ്രൻ വ്യാഴ മന്ദന്മാരുടെ മധ്യത്തിൽ നിന്നാലത്തെ ഫലം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. സുഖീ വിഹീന വിജ്ഞാന വിദ്യാരൂപഗുണാന്വിത ധനീ ശാന്തികരശ്ചന്ദ്രേ മധ്യകേ മന്ദജീവയോ. ചന്ദ്രൻ വ്യാഴം ശനിമാരുടെ മധ്യത്തിൽ മന്ദന്മാരുടെ മധ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ സുഖമുള്ളവനായിട്ട് ഭവിക്കുക, സുഖിയായിരിക്കുക. അറിവ്, വിദ്യ, രൂപഗുണം ഇതൊന്നും ഉണ്ടാവില്ല. ശനിക്ക് അങ്ങനെയാണല്ലോ, അറിവും വിദ്യയും ഒന്നും ഇല്ലാത്തവനും രൂപഗുണം കാണാൻ ഭംഗിയില്ലാത്തവനൊക്കെ ആയിരിക്കും. ധനി ശാന്തികരശ്ചന്ദ്രേ, ധനിയായിരിക്കും. ഇത് ദുരുദ്രായോഗത്തിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞു ദുരുദ്രായോഗത്തിൻ്റെ തുരുദ്ര പണം ഉണ്ടാവും. അപ്പോൾ ധനം ഈ യോഗത്തിൽ ഏത് ഗ്രഹങ്ങൾ വന്നാലും
അധികം ഗ്രഹങ്ങൾ വന്നാലും 100-ൽ 99% ധനവാൻ തന്നെ ആയിരിക്കും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏത് ധനി ശാന്തികരശ്ചന്ദ്രേ മന്ദജീവയോ, അതായത് സന്ധി സംഭാഷണത്തിൽ കേമനായിരിക്കും. ഏത് കാര്യത്തിനും സന്ധി പറഞ്ഞ് തീർക്കും, അതായത് ഒത്തുതീർപ്പിന് പോവുക. അതൊക്കെ അങ്ങനെയുള്ള ഒരാളെയും എനിക്കറിയാം. ഒത്തുതീർപ്പിന് പോയിട്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി. എന്തെങ്കിലും നാട്ടിൽ വിഷയം വെച്ചാൽ ഇയാളടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാളത് ഒത്തുതീർപ്പാക്കി കൊടുക്കും. അത് അങ്ങനെ ഉണ്ട്, ഒരാളുണ്ട്, എനിക്ക് വളരെ എൻ്റെ ഒരു അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തുതീർപ്പ് സന്ധി സംഭാഷണം, അയാളുടെ ജാതകമൊന്നും എനിക്കറിയില്ല കേട്ടോ, കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയുള്ള യോഗം ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇനി ചന്ദ്രൻ ശുക്രമന്ദന്മാരുടെ മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ വൃദ്ധാചാരകുലാഢ്യശ്ച നിർഗുണ സ്ത്രീജനപ്രഭോ ധനീ നൃപപ്രിയശ്ചന്ദ്രേ സിതാദിത്യ സുതാന്തരേ. ചന്ദ്രൻ ശുക്രൻ്റെയും ശനിയുടെയും മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർവികന്മാർ ആചരിച്ചു വരുന്നതായ കർമ്മങ്ങളെ ചെയ്യുന്നവനായിരിക്കും. അതായത് കുലാചാരപ്രധാനമുള്ള കർമ്മങ്ങൾ. ഇപ്പോൾ ജ്യോതിഷം എന്ന് പറയുന്നത് കുലാചാരപ്രധാനമുള്ള കർമ്മ. കുലം അതായത് പൂർവികന്മാരാൽ ആചരിച്ചു വരുന്ന ഒരു കർമ്മം, അങ്ങനെ ചെയ്യുന്ന പാരമ്പര്യമുള്ള ജ്യോത്സ്യന്മാരുണ്ട്. പാരമ്പര്യവാദികളെ കുറ്റം പറയുന്ന മറ്റൊരു ജ്യോത്സ്യനെയും കാണാം നമുക്ക്. അത് പാരമ്പര്യം ഇല്ലാത്തതുകൊണ്ട് തോന്നണതാ. പാരമ്പര്യത്തിൻ്റെ മഹിമ എന്താണെന്ന് അക്കൂട്ടർക്ക് അറിയില്ല. എന്താണ് പാരമ്പര്യത്തിൻ്റെ ബലം, പാരമ്പര്യത്തിൻ്റെ പിന്തുണ എന്ത്, പാരമ്പര്യമുള്ളവനും പാരമ്പര്യം ഇല്ലാത്തവനും എന്ത് എന്നൊക്കെയുള്ളത് നമ്മൾ അതൊന്ന് മനസ്സിലാക്കണം. അത് വാക്കുന്നും പ്രവർത്തിക്കുന്നതൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ പാരമ്പര്യമായിട്ട് ആചരിച്ചു വരുന്ന കർമ്മങ്ങളെ ചെയ്യുന്നവനായിട്ടും കുലപ്രധാനിയായിട്ടും നിർഗുണനായിട്ടും ഗുണമില്ലാത്തവനായിട്ടും സ്ത്രീകൾക്ക് പ്രധാനിയായിട്ടും ധനവാനായിട്ടും രാജപ്രിയനായിട്ടും ഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ ചന്ദ്രൻ ശുക്രമന്ദന്മാരുടെ മധ്യത്തിൽ വന്നു കഴിഞ്ഞാൽ പൂർവികന്മാർ ആചരിച്ചു വരുന്ന കർമ്മങ്ങളെ ചെയ്യുന്നവനും, അതായത് കുലത്തൊഴിൽ ചെയ്യുന്നവനായിട്ടും കുലപ്രധാനിയായിട്ടും നിർഗുണനായിട്ടും, അയാൾക്ക് പ്രത്യേകമായിട്ട് വലിയ ഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അയാൾ ഈ വക ആചാരങ്ങളൊക്കെ ചെയ്യുന്നവനായിട്ട് ഭവിക്കുമെന്നും സ്ത്രീകൾക്ക് പ്രധാനിയായിട്ടും സ്ത്രീകളുടെ നേതാവായിട്ടും രാജപ്രിയനായിട്ട് ഭവിക്കുമെന്നും പറഞ്ഞോളണം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആചാര്യൻ മറ്റൊരു ഫലം അവിടെ പറഞ്ഞത് സ്വച്ഛ സ്വമിത്രഭവനോപഗതേഷു സർവം പ്രാപ്നോതി ജാതമനുജോ നിയതം യദുക്തം സ്വാംശേഷു വാ നിജസുഹൃൽഗൃഹ സംയുതേഷു പ്രാഹുസ്തഥൈവ ഫലമതി പരാശരാദ്യ. ഇത് പരാശരൻ പറഞ്ഞിട്ടുള്ള മുനിമാർ പറഞ്ഞതാണ്. എന്താ അത്രി പരാശരൻ പോലെയുള്ള ഋഷിശ്രേഷ്ഠന്മാരുടെ വചനാണ്. ജനന സമയം അതാതു ഭാവനാഥന്മാരായിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് ഉച്ചം, സ്വക്ഷേത്രം, ബന്ധുക്ഷേത്രം ഇവയിൽ ബലങ്ങൾ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഫലങ്ങൾ പൂർണ്ണമായിട്ടും, അവർക്ക് വർഗോത്തമം, ബന്ധുക്ഷേത്ര നവാംശകം ഇവയുണ്ടായാലും ഈ ഫലങ്ങൾ പൂർണ്ണമായിട്ടും അനുഭവിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചന്ദ്രൻ മധ്യ അതായത് ചന്ദ്രൻ്റെ ഇരുപുറത്തു നിൽക്കുന്ന ഗ്രഹങ്ങൾ ഈ പറയുന്ന ബന്ധുക്ഷേത്രം, ഉച്ചം, സ്വക്ഷേത്രം, വർഗോത്തമം പോലെയുള്ള ഗുണങ്ങളോടുകൂടി നിൽക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളുടെ പൂർണ്ണത ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശാസ്ത്രം അത് ആ പ്രമാണമൊക്കെ ചൊല്ലുമ്പോൾ തന്നെ രോമാഞ്ചം വരും. കാരണം നമുക്ക് എത്ര മനോഹരമായിട്ട് നമ്മുടെ ഈ ജ്യോതിഷം പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. നമുക്കൊന്നും ചിന്തിക്കുന്നതിലപ്പുറമാണ് അതിൻ്റെ ഫലത്തിൻ്റെ ഒരു വ്യാപ്തി കെടുക്കുന്നത്. അത് നമ്മളിങ്ങനെ ശരി നല്ല ഗുരുനാഥൻ്റെ അടുത്ത് പഠിച്ച് നമ്മളതൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയൊരു പുണ്യം എന്താ ഉള്ളത്? കാരണം വേദസ്യ ചക്ഷു, വേദത്തിൻ്റെ കണ്ണാണ് ജ്യോതിഷം. നമ്മുടെ കണ്ണ് തുറപ്പിക്കുന്നൊരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. എല്ലാവരും പഠിക്കാൻ തയ്യാറാവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം, ശുഭദിനം. പിന്നെ ആസ്ട്രോമീഡിയയിലുള്ള എല്ലാ വീഡിയോസും കാണാം. എല്ലാം നിങ്ങൾക്ക് വളരെ പ്രയോജനമുള്ളതാണ്. എല്ലാ വീഡിയോസും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ആവശ്യമുള്ളവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശുഭദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് വരെ കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.